ഇപ്പൊ സമയം 11:45 അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാത്തനാട്, നമ്മുടെ ആലപ്പുഴ ചാത്തനാട് ത്രിവേണിയിൽ നിന്നും ഒരു പ്രത്യേകതരം സുഖമുള്ള ഒരു വോയിസ് വരും നമുക്ക്. ആ വോയിസ് ഒന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബീഫ് ബിരിയാണി വരുന്നുണ്ട്. ഒരു കിറ്റ് 100 രൂപയ്ക്ക് കൊടുത്തേക്കാണ്. ഒരു കിറ്റ് നിറച്ച് വാരിക്കുത്തി കൊടുത്തിരിക്കാൻ 100 രൂപയ്ക്ക്. കണ്ട നമ്മുടെ ചാത്തനാട് ത്രിവേണിയിലെ ബിരിയാണി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, കല്യാണ വീട്ടിലെ ബിരിയാണി. അപ്പം ഇപ്പൊ 11:46 ഒരു മെസ്സേജ് കിടന്നുറങ്ങിയത്. സത്യം പറഞ്ഞത് കൊച്ചു കിടന്നുറങ്ങുന്നു, ജച്ചാതെ ഉറങ്ങിയതാണ്. ഞാൻ ചുമ്മാ ഫോണിൽ മെസ്സേജ് വന്നപ്പോൾ എടുത്തു നോക്കിയപ്പം ഒരു കിറ്റ് ബിരിയാണി 100 രൂപ. അത് നമ്മൾ പോകുകയാണ്. ബീഫ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു വൈബല്ലേ. പോയി ആ ബിരിയാണി മേടിച്ച് ഇവിടെ വന്നിരുന്ന് തിന്നു കാണിച്ചു തരാം. പോയിട്ട് വരാം. ബിരിയാണി മേടിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന്. ബിരിയാണി മേടിക്കാൻ പോവുക. എല്ലാരും കിടന്നുറങ്ങി. ഉറക്കത്തിൽ നിന്ന് ബിരിയാണി മേടിക്കാൻ പോകുന്നതിന്റെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മൾ പോയിട്ട് വരണ്ടേ. മഴ മൂടുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബിരിയാണി സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി നിൽക്കുന്നത് തന്നെ. രാത്രി എത്ര സമയമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതേ കടിച്ചു കൂടുന്നുണ്ട്. ഇതാണ് അവസ്ഥ. രാത്രി ഈ സമയത്ത് ബിരിയാണിക്ക് വേണ്ടി കാത്തിരിച്ചു. പച്ച കിറ്റ് ഉണ്ടല്ലോ, സിൽവർ കിറ്റ്. ബിരിയാണി, പോത്ത് ബിരിയാണി. പിടിച്ചോളെ. ചെറുക്കൻ കിടന്ന് കരഞ്ഞ. അപ്പൊ നമ്മള് പെട്ടെന്ന് ബിരിയാണി ഒന്നും ഇട്ടു. 3 ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മളിത് ബിരിയാണിയൊക്കെ മേടിച്ചു പോകും. ചെറുക്കൻ കരഞ്ഞോണ്ട് ബിരിയാണി മേടിച്ചു തന്നു നമുക്ക്. ചെറുക്കൻ കരഞ്ഞ പറയും പെട്ടെന്ന് ബിരിയാണി കൊടുത്തു വിടാൻ. അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. അതായത് കോമഡി. ഞാൻ ക്യൂ നിൽക്കുമല്ലേന്ന് നമുക്ക് എപ്പോ വേണമെങ്കിലും ചോദിച്ചാൽ തരും. പിന്നെ കുറച്ച് കല്യാണ വീട് വൈബ് പിടിക്കാൻ വേണ്ടി നിന്നതാ. പിന്നെ ചെറുക്കൻ കരഞ്ഞപ്പോ അവരെന്റെ ചോറ് തന്നിട്ട് വിട്ടോളാൻ പറഞ്ഞു. വീട്ടിൽ പോയി കഴിക്കാം. ഇനി കഴിക്കുന്ന കാണിച്ചു തരാം. പൊളി സാധനം കേട്ടോ. പോത്ത് ബിരിയാണി. നമ്മളെ കൊണ്ടുവന്ന പോത്ത് ബിരിയാണി. പതുക്കെ സംസാരിക്കുന്നത് എല്ലാരും കിടന്നുറങ്ങുന്നത് കൊണ്ടാണ്. ഇതേ ബിരിയാണി തിന്നാൻ പോവാണ്. ചിരിക്കാന്ന് കണ്ട ചിരിക്കുന്ന ബിരിയാണിയുടെ കാര്യം വന്നത്. ഇത് കണ്ടോ, ഒരു കിറ്റ് ബിരിയാണി 100 രൂപ ബിരിയാണി. കുറച്ചെടുത്ത് മാറ്റി വെക്കുമോ, 2 പേർക്കും കൂടെ കഴിക്കാൻ പറ്റത്തില്ല. കുറച്ചെടുത്ത് മാറ്റിയിട്ട് റൂമിൽ വന്നിട്ട് കഴിക്കുന്ന കാണിച്ചു. ബീഫ് ബിരിയാണി ആണോ. ഇവിടെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നമ്മുടെ രാത്രി റൂമിൽ ഒരു കിറ്റിൽ ഇനി ഇരിപ്പുണ്ട്, കുറച്ച് ഫ്രിഡ്ജിലും വെച്ച്. ഇതിപ്പോ ഞാൻ വിളമ്പിയിട്ട് ജച്ചാക്ക് വാരി കൊടുക്കാൻ പോവാണ്. അവസ്ഥ എന്താന്ന് പറഞ്ഞ കാരണം ഇതാണ്. അല്ലാത്തപ്പോ ഉറങ്ങണ നീ ഉറങ്ങി നമ്മള് ചോറ് ചെയ്യുന്നിട്ട് ഇതാണ്. അതേ നല്ല അടിപൊളി ബീഫിന്റെ പീസ് ഒക്കെ ഉണ്ടോ.
നല്ല അടിപൊളി വെന്തത് പടക്കം പീസാണ്. ഇത് ഒരാളവിടെ നോക്കി സർക്കസ് കാണിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പീസ് ഇത് അച്ചാറും ദേ വരുന്നു, പീസും അച്ചാറെന്നൊക്കെ പറഞ്ഞപ്പോ ഇത് നല്ലതുപോലെ നല്ലൊരു ഉരുളയാക്കി ഇത് നെച്ചാക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഒരാൾ കൊതിയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഷിഹാബിക്കയുടെ ബിരിയാണി പിന്നെ പറയേണ്ട കാര്യം കാര്യമില്ല. അവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലും വെച്ചു എന്നിട്ടും ലാവിഷ് മറ്റേ പാത്രമുണ്ടല്ലോ, അക്ഷയ പാത്രത്തിൽ ബിരിയാണി കിട്ടി നടക്ക് വിളമ്പിട്ട് തീരുന്നില്ല. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം. ചിലവരൊക്കെ ഉണ്ട് ബിരിയാണി ചങ്കി കറല എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമ്മള് ചെല്ലാന്നത്തെ ഒരു ഉച്ചിരി തരും അല്ലേ? ഇച്ചിരി തരും. കണ്ടോ, ഇത് കഴിക്കട്ടെ. എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അല്ലേടാ. അടിപൊളി, പോയില്ലായിരുന്നു, നഷ്ടമായി പോകുന്നത്. തീർച്ചയായിട്ടും. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ ബിരിയാണിയും വെച്ചോണ്ട് നേസി കേട്ടിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉറങ്ങിയിട്ട് നന്നായിട്ട് കഴിക്കാൻ തോന്നി. പക്ഷെ ഉറങ്ങത്തില്ല. അതുകൊണ്ട് നമ്മള് ഒരാള് ഇങ്ങനെ വാരിക്കൊടുത്ത് കഴിക്കാന്ന് പറഞ്ഞു. കഴിച്ചിട്ട് വരാം. കിടുക്കം ബിരിയാണിയാ. ഓരോരുത്തരൊക്കെ ആണെങ്കിൽ ഒരു ബീഫൊക്കെ ഇഷ്ടമായി പറയും. ചിലവരൊക്കെ വിളിക്കും ഒരു പീസ് കയറിയൊക്കെ ഇരുന്നു. പക്ഷെ പുള്ളി ചെയ്യാവിക്കാന്ന് പറഞ്ഞ നാളെയും വരണം. ആ ഒരു സെറ്റപ്പാ. കാശല്ല, വാരിയിട്ട് കൊടുക്കും. അതാണ് നമ്മളെ ചെക്കൻ്റെ റേഞ്ച്. എന്നാലും നമ്മൾ കഴിച്ചിട്ട് വരാം. തണുക്കൂല, ഗേസിയും ഫാനും എല്ലാം കൂടി ഇരുന്നിട്ട് തണുക്കും. കഴിച്ചിട്ട് വരാം. ബൈ ബൈ.